ഒരു വെടിക്ക് 3 എണ്ണം എന്ന് കേട്ടിട്ടല്ലുള്ളൂ എന്നതാ കണ്ടോളി. ഓണം വൈബ്. ഹലോ, ഓണല്ലേ വരുന്നത്. അപ്പോൾ നമുക്കില്ലേ ചെറിയൊരു ഓണം സീരീസ് തുടങ്ങിയാലോ? നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാണേ, നമുക്ക് ഉഷാറാക്കാം. എത്ര ഐറ്റംസ് വരുന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടുമില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ, എന്നാലും നിങ്ങൾ കാണും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഐറ്റം യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ, സോഷ്യൽ മീഡിയയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടായിരിക്കും. പക്ഷെ റെസിപ്പി ഒന്നും ആദ്യത്തൊന്നല്ല പറയുന്നത്. ഇങ്ങനൊരു ഐറ്റം, ഈ ഒരു വെടിക്ക് 3 ഐറ്റംസ്. ആ സംഭവം 3 പോയിട്ട് എൻഡിങ്ങിൽ 4 മാറുന്നുണ്ട്. അതൊരു ട്വിസ്റ്റാണ്. പെട്ടെന്ന് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്തല്ല കേട്ടോ. ഇങ്ങനൊരു ഐഡിയ എനിക്ക് പെട്ടെന്ന് വന്ന് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ ചെയ്ത് എൻഡിങ്ങിൽ എത്തുമ്പോൾ ഒരു സാധനം വന്ന് അതും വേറൊരു ഐറ്റംസ് ആക്കി മാറ്റി. അങ്ങനെ ടോട്ടൽ 4 ഐറ്റംസ് നമുക്ക് നോക്കിയാലും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്കെന്നാ നോക്കിയാലോ? വാടോ. ഒരു കുമ്പളങ്ങ ഇല്ലെങ്കിൽ ഇളവൻ വലുതനെ കൊട്ടിട്ടാ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് ഞാൻ വോയിസ് നടന്നില്ല, ലൈവ് തന്നെ കണ്ടു. പുറത്ത് നല്ല മഴയുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്ത് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടി? ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് മുറിച്ച് കട്ട് ചെയ്ത് കുരുക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഉണ്ടാവും. കുറച്ച് വലുത് തന്നെ വാങ്ങിക്കോട്ടോ. ഈ 3 ഐറ്റംസ് ആക്കുന്നുണ്ടെങ്കിൽ വലുത് തന്നെ വാങ്ങിച്ചോ, അപ്പം നല്ല പീസ് കിട്ടും. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് അറിയാം? ആ കുമ്പളങ്ങ അങ്ങോട്ട് കൊടുക്കാൻ. ഇതിന് ശരിക്കും എന്താ പറയല്, കുമ്പളങ്ങ എന്നാണോ വിളവെന്നാണോ എന്തെങ്കിലും ആയിട്ട്. ഇനി അതിലേക്കല്ല ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി നമുക്കുണ്ടല്ലോ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാൻ. നല്ലോണം ഇളക്കിയിട്ടില്ലേ അതിലൊരു പച്ചമുളക്, ചെറുതായി മുറിച്ച പച്ചമുളക് അങ്ങോട്ട് കൊടുക്കുന്നത് ഇതായത് മാതിരി. ഇനി വേണമെങ്കിൽ ഇളക്കിക്കോ, ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ലേ. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? കുക്കറിൻ്റെ അടപ്പങ്ങ് അടച്ച് നേരെ കൊണ്ടുപോയിട്ട് ഒരു 3-4 വിസിൽ, ഞാൻ 3 വിസിലടിച്ചാൽ അങ്ങ് അടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തുനിന്ന് ആ ഒരു അരപ്പുണ്ടാകാം. തേങ്ങ, ചിരവിയ തേങ്ങയില്ലേ, ഒരു പകുതി തേങ്ങൻ്റെ അതങ്ങ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് അതും ഇട്ട് കൊടുത്ത്, പിന്നെന്താണ് കടുക് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടുവരാം. നല്ലോണം അരച്ചോ. ഇതുപോലെ അങ്ങ് അരക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് അടിപൊളിയായി വരും. നമ്മളെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഒരു പാൻ എടുക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നല്ലോണം കാനലുണ്ടല്ല കടുക് ഇട്ടങ്ങ് പൊട്ടിക്കുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ. അത് പൊട്ടിയാൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട് പിന്നെ വറ്റൽ മുളക് 2 എണ്ണം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടാണ്. ഇനി നമുക്കില്ലേ നമ്മളെ കുമ്പളങ്ങ അങ്ങ് ഇതാ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇതുണ്ടല്ലോ മൊത്തം ഒരു 3 എണ്ണം ആക്കിയിട്ടാണ് വെക്കുന്നത്. മാറ്റിയിട്ട് 3 എണ്ണം ആക്കേണ്ട വിധത്തിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായി. ഞാൻ ആദ്യം മാറ്റി വെച്ചു, വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതും മാറ്റി വെച്ചതാ. ഇനി 3-1 ഇവിടെ വെക്കുന്നത്. അതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം മാറ്റാം. ഇനി അത് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ ചൂടാക്കിയിട്ട് ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചതച്ചു കൊടുത്താൽ. ഇനി അതിലേക്ക് നമ്മൾ താളിപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത്, താളിപ്പ് മൊത്തം ഇല്ലേ അതും ഒരു കുറച്ച് പകുതി എടുത്ത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാവരും ഉപ്പ് നോക്കിയിട്ടിടാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു ഐറ്റം കൂടെ റെഡിയായി. ഇതാ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഐറ്റം. ഇതിൻ്റെ പേരെന്താ നിങ്ങൾ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കണ്ടേ? അടുത്ത ഐറ്റം നമ്മൾ എന്താണ് വൻപയർ ഇല്ലേ, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ കുമ്പളങ്ങേൻ്റെ ഒരു ഭാഗം 3-1 ഒന്ന് അതിലിട്ട്, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഭാഗം ഇതിലിട്ട് കൊടുക്കുന്നത്. ഇനി 2 പച്ചമുളക് പകുതി കീറിയത്, പിന്നെ കറിവേപ്പില ഞാൻ 1 പച്ചമുളക് ഇട്ടിട്ടില്ല വലുതായതുകൊണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാവരും ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അതും ഇട്ട് നല്ലോണം ഇളക്കുന്നു. ഇതുപോലെ. ഇനി ഉണ്ടല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കിടും. ഇത് നല്ല കട്ടിയുള്ളല്ലേ, കുറച്ച് വെള്ളം പോലെയുള്ള 2ാമത് അരച്ചാണ്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് കുക്കറല്ല ഇപ്പം നോർമലായിട്ട്, അത് വിസിലല്ല, സാധാ അടച്ചിട്ടുള്ളൂ. അത് അടച്ചൊരു 3 മിനിറ്റ് വേവിച്ച് ഇനി അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടി തേങ്ങാപ്പാൽ, നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ 1-ാം പാൽ അത് ഒഴിച്ചു കൊടുത്ത്, തേങ്ങാപ്പാലിൽ പാൽ ഒഴിച്ചാലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അത് മുകളിലങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് തിളച്ച് വരുന്നുണ്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലേ
നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് ഒരു 5-8 മിനിറ്റോടെ മാറ്റി വെക്കണം. അന്നേരം നല്ലോണം ഉണ്ടല്ലോ കറിവേപ്പിലിൻ്റെ ഇതിൻ്റെ മണം, ഈ നല്ല മണം വരും. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാം, ഓലൻ അല്ലേ, അങ്ങനെയല്ലേ. അപ്പം അത് രണ്ടാമത്തെ ഉള്ള ഐറ്റംസ് റെഡിയായി. എന്തെല്ലാം പോരായ്മകളുണ്ടോ അവരൊക്കെ കമൻറ്റ് ചെയ്യണം, എന്തൊക്കെ ഇതിന് ഇനി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ കുറേ വീഡിയോയിൽ കാണലുണ്ട്, എനിക്ക് ഓരോ ഐറ്റംസ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, അടിപൊളിയാവും. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഐറ്റംസ് റെഡിയായി, ഓലൻ. ഇനി മൂന്നാമത്തെ ബാക്കി മൂന്നാമത്തെ ഒരു ഭാഗം എടുക്കുന്ന ഇതിലേക്ക് ഇടുന്നു. പിന്നെ ആ തേങ്ങ അരപ്പില്ല നമ്മൾ നേരെ അരച്ച് വെച്ച് അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് തിളപ്പിക്കുന്നത്. ഇനി ഒരു കപ്പ് തൈര്, ഇതാ ഒരു തൈരിൽ നമ്മൾ അത് എടുക്കുന്നത്, അതൊരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതാ ബീറ്റ് ചെയ്യത് ഈ പരുവത്തിൽ. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്, നമ്മളെ തൈരും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നേരെ ഗ്യാസ് ഓഫ് ആക്കുന്നത്. ഇനി ഗ്യാസ് ഓണാക്കല്ലേ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പം. ഇനി എന്ത് ചെയ്യുക, ആ തൈര് നല്ലോണം അതിൽ പിടിപ്പിക്കുക, ഇതുപോലെ നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക, ശരിക്കും അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ താളിപ്പിൻ്റെ പകുതിയല്ലേ, ആ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നത്. എൻ്റെ പൊന്നോ, ഇതൊരു അപാര ടേസ്റ്റുള്ള സാധനം തന്നെ. ഇതിൻ്റെ പേര് പച്ചടി, നമ്മൾ കുമ്പളങ്ങ പച്ചടി. ഒരുപാട് വലിയ വലിയ ചെഫും കുക്കറിലുണ്ടാവും ഈ കാണും. ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ആ കമൻറ്റൊക്കെ എടുക്കാറുണ്ട്, അതിൻ്റെ ട്രൈ ചെയ്യാറുണ്ട് ഞാൻ കുറവുണ്ടെങ്കിൽ. കാരണം ഞാൻ വലിയ കുക്കൊന്നുമല്ല. നമ്മളെ കുമ്പളങ്ങ പച്ചടി റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, 3 പൊളപ്പൻ ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ 3 ഐറ്റംസും റെഡിയായി ഇടാം. നോക്കിയേ എങ്ങനെയുണ്ട് നമ്മൾ ഐറ്റംസ്. ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, നമുക്ക് ഉഷാറായി കളയാം. പിന്നെ പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യണം, നമ്മൾ ഏറ്റെടുക്കുക. പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോയിൽ അങ്ങനെ ചെയ്യാറുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായല്ലോ, ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ സ്വീകരിക്കും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സാധനം ബാക്കി, ആ വെള്ളം ഉണ്ടല്ലോ, ആദ്യം കുമ്പളങ്ങ കുക്കറിൽ വെച്ച് വെള്ളം ബാക്കിയുണ്ട്. പെട്ടെന്നൊരു ബൾബ് കത്തി, ഇങ്ങനെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റി. നല്ല കുമ്പളങ്ങ സൂപ്പ്, നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ആരും എന്നെ കൊല്ലണ്ട, എല്ലാം അടിപൊളി സാധനം തന്നെയാണ്. എപ്പോഴീ നമ്മൾ ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്ക് ഓണം സീരീസ് തുടരാമല്ലേ.